എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ഒരു 4 മണി പലഹാരം തയ്യാറാക്കാം. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. എങ്കിൽ ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ 2 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഈ ബ്രെഡ് ഒന്ന് കുതിർത്തെടുക്കണം. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ബ്രെഡ് ഒന്ന് കുതിർന്ന് കഴിയുമ്പോൾ ഇതുപോലെ അധികമുള്ള വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളയണം. പിഴിഞ്ഞെടുത്ത ബ്രെഡ് ഇതുപോലൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ്. 2 മുട്ട പുഴുങ്ങി എടുത്തിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താണിത്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ കടലമാവാണ്. ഇനി ഇതിലോട്ടൊരു ചെറിയ സവാള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കുറച്ച് മല്ലിയിലയും 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നല്ലതായിട്ട് നമ്മളിത് കുഴച്ചെടുത്തു. ഇനി കൈ ഒന്ന് കഴുകിയതിന് ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. കൈ കഴുകിയിട്ട് നമ്മൾ ഉരുട്ടുമ്പോൾ കയ്യിലോട്ടിത് പറ്റി പിടിക്കത്തില്ല. ഇതേ രീതിയിലൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം കൈവെള്ളയിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. പരിപ്പടയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലൊന്ന് ചെയ്തെടുക്കണം കേട്ടോ. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തയ്യാറാക്കിയെടുക്കാം. ഇതേ രീതിയിൽ നമ്മളൊന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. സ്റ്റവ് കത്തിച്ചൊരു പാൻസലോട്ട് വെച്ച് കൊടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തൊന്ന് ചൂടാക്കിയെടുക്കണം. എണ്ണ ഇപ്പോൾ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ പരത്തി വെച്ചത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറു സൈഡും കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കിഡിലും സ്നാക്കാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.